ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഹവാല ഇടപാട് പോലും വ്യക്തമായ തെളിവോടുകൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ പണ്ട് പിണറായി വിജയൻ പറഞ്ഞ അതേ വാക്ക് ആവർത്തിക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അഴിമതി ആരോപിതനായപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന, അന്നത്തെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഉളുപ്പുണ്ടെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിയാൻ തയ്യാറാണ്. കഴിഞ്ഞ 30 വർഷമായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളനുസരിച്ച് 1996-ൽ പിണറായി വിജയൻ വൈദ്യുതി മന്ത്രി ആയ കാലം മുതൽ ഇന്ന് വരെ നടത്തിയിട്ടുള്ള അഴിമതികൾ ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വീണയുടെ എല്ലാ കമ്പനിയും, ഏറ്റവും അവസാനത്തെ ലേക്കറിൻ്റെ, ഇന്ന് ഏതോ ചാനൽ അതിനെ സംബന്ധിച്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഒറ്റമുറി കെട്ടിടത്തിലാണ് ഈ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. വീണ ഇന്ന് വരെ തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും പിണറായിയുടെ അഴിമതിക്ക് കൊടപിടിക്കുവാനും അവരുടെ ട്രാൻസാക്ഷനും വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല. അത് മാത്രമല്ല, ഇവിടെ നിന്നും ഗൾഫിലേക്ക്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിന്നും പണം ഗൾഫിൽ എത്തിച്ചാൽ ഗൾഫിൽ നിന്നും അമേരിക്കയിലേക്ക് ഈ പണം കൈമാറ്റം ചെയ്തിട്ടുണ്ട്. അതിന് തെളിവുകൾ ധാരാളം ഞാൻ പറഞ്ഞില്ലേ, അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അന്വേഷണം ശരിയായ ദിശയിലെന്ന് വിശ്വസിക്കുന്നു. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തൽസ്ഥാനം രാജിവെക്കാൻ, ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കാൻ തയ്യാറാകണം. ഇല്ല എങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ LDF തയ്യാറാകണം. എല്ലാ വിഷയത്തിനും CPM അന്വേഷണം നടത്താറുണ്ടല്ലോ. CPM ഈ വിഷയത്തിൽ ഒരു പാർട്ടിതല അന്വേഷണം നടത്തിയാൽ CPM-ൻ്റെ ആ പാർട്ടിതല അന്വേഷണത്തിൽ തെളിവ് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. പിണറായി വിജയൻ തൽസ്ഥാനം രാജിവെക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ആവശ്യപ്പെടുന്നു.